നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു ഗുരുതരമായ ആരോപണങ്ങളുമായാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബിന്ദു പറഞ്ഞിരുന്നു. ഇന്നലെ തന്നെ താൻ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ വിളിച്ച് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനും തന്റെ ഭർത്താവിനെ ബുദ്ധിമുട്ടിലാക്കാനും തനിക്ക് ഒരു താല്പര്യവുമില്ല എന്ന് ബിന്ദു പറയുകയും ചെയ്തിരുന്നു. ഏതായാലും പിണറായിയും മകളും അങ്ങ് ഇറങ്ങി. പ്രശ്നം പരിഹരിക്കാനായി പിണറായിയും മകളും കളത്തിലിറങ്ങിയപ്പോൾ ബിന്ദു ഇപ്പോൾ തോറ്റോടിയിരിക്കുന്നു. ബിന്ദുവിനിപ്പോൾ കേസും വേണ്ട, വഴക്കും വേണ്ട, തിരിച്ച് ഗണേഷ് കുമാറിന്റെ കൂടെ താമസിച്ചാൽ മതി എന്ന അവസ്ഥയാണ്. ഗണേഷ് കുമാറിനോട് മാപ്പ് പറഞ്ഞാൽ മതി എന്ന ആവശ്യം ഇന്നലെ തന്നെ മാധ്യമങ്ങളിലൂടെ പറയാതെ ബിന്ദു പറഞ്ഞിരുന്നു. സ്വന്തം ഭർത്താവ്, അതും കുടുംബ വീട്ടിൽ, താൻ കിടന്നിരുന്ന കട്ടിലിൽ മറ്റൊരു സ്ത്രീയോടൊപ്പം കിടക്കുന്നത് കണ്ടാൽ മാപ്പ് മതി എന്ന ബിന്ദുവിന്റെ പ്രസ്താവന വളരെ പരിതാപകരമായ ഒരു പ്രസ്താവനയാണ്. അതിന്റെ പിന്നിൽ എന്ത് തന്നെയായാലും, ഏതു തരം വിശ്വാസമാണെങ്കിലും അത് ആത്മാഭിമാനമില്ലായ്മയാണ്. ഏതായാലും ബിന്ദു ആ തീരുമാനമെടുത്തത്, നേരത്തെയും ബിന്ദു ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ചില വിഷയങ്ങൾ, അങ്ങനെ ചില കാര്യങ്ങൾ നേരിൽ കണ്ടതുകൊണ്ടാണ് യാമിനി തങ്കച്ചി ആ ബന്ധം ഉപേക്ഷിച്ചത്. യാമിനി തങ്കച്ചിയുടെ ആ വീഡിയോയിൽ യാമിനി തങ്കച്ചി ഓരോന്നും പറയുന്നുണ്ട്. ഒരു ദുബായിലെ ഒരു വ്യവസായി അയാളുടെ കാലിൽ സാഷ്ടാംഗം വീണ് ക്ഷമ പറയുന്ന മന്ത്രി ഗണേഷ് കുമാറിനെ കണ്ടപ്പോൾ തന്റെ ആത്മാഭിമാനം ഇല്ലാതായി എന്ന് വ്യക്തമായി തന്നെ അവർ പറഞ്ഞു. ആ നിമിഷം അവർ അനുഭവിച്ച മാനസിക സമ്മർദ്ദം, അതാണ് അവരെ വിവാഹമോചനത്തിന് പ്രേരിപ്പിച്ചത്. അങ്ങനെ നേരിൽ കണ്ടിട്ട് പോലും, ഏത് വിശ്വാസത്തിന്റെ പേരിലായാലും, ഒരു സ്ത്രീയോടൊപ്പം നേരിൽ കാണുകയാണ്, ഏത് വിശ്വാസത്തിന്റെ പേരിലായാലും അത് ക്ഷമ പറഞ്ഞ് മതി എന്ന് തീരുമാനിച്ച ബിന്ദു സ്ത്രീകൾക്ക് എന്ത് മാതൃകയാണ് നൽകുന്നത്? ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തിന് എന്ത് വിലയാണ് നൽകുന്നത്? ഏതായാലും ഒരുപക്ഷെ ബിന്ദുവിന് ഇത്തരം സ്ത്രീ വിഷയങ്ങളൊക്കെ നേരത്തെ അറിയാം. മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി ബന്ധമുട്ട ആരോപണങ്ങൾ ഉയരുന്നത് ഇപ്പോഴല്ല. സിനിമയുമായി ബന്ധപ്പെട്ടാണെങ്കിലും, സിനിമയിൽ അഭിനയിച്ചിരുന്ന കാലത്താണെങ്കിലും, രാഷ്ട്രീയത്തിലായിരുന്ന കാലത്താണെങ്കിലും, കുടുംബജീവിതത്തിലുള്ള കാലത്താണെങ്കിലും വളരെ വ്യക്തവും കൃത്യവുമായി തന്നെ യാമിനി തങ്കച്ചി എല്ലാം തന്നെ പറഞ്ഞിരുന്നു. 16 വർഷങ്ങൾ ഒരുമിച്ച് താമസിച്ച യാമിനി തങ്കച്ചി തന്റെ കുട്ടിയെ കൊണ്ട് മറ്റൊരു സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുന്നതടക്കമുള്ള വിഷയങ്ങൾ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടാണ് തന്റെ വിവാഹബന്ധം വേണ്ട എന്ന് തീരുമാനിച്ചത്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട്, അതുമാത്രമല്ല സോളാർ പരാതിക്കാരി, ആ പരാതിയുടെ സമയത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് അവരുടെ കുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ബാലകൃഷ്ണപിള്ള ചിലവിന് കൊടുക്കുന്നുണ്ട് എന്ന വിവരം, ആ ചിലവിന് കൊടുത്തിരുന്നു എന്ന വിവരം മാധ്യമങ്ങൾക്ക് മുന്നിൽ അടുത്ത കാലത്തും പറഞ്ഞിരുന്നു. ഗണേഷ് കുമാറിന്റെ സോളാർ പരാതിക്കാരിയുമായുള്ള ബന്ധത്തെ പറ്റി അടുത്ത കാലത്ത് ഫെനി നൈനാൻ നിരവധി ഇന്റർവ്യൂകൾ നൽകി എല്ലാവരോടും വിഷയങ്ങൾ പറഞ്ഞതാണ്. ഇതൊക്കെ കേട്ടിട്ടും ഒരു പ്രശ്നവുമില്ല, മാപ്പ് കൊണ്ട് തീരുന്ന പ്രശ്നമാണ് തന്റെ ഭർത്താവിനുള്ളതെന്ന് മനസ്സിലാക്കിയ ഈ ബിന്ദു മേനോൻ ഒരിക്കലും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നിൽക്കരുതായിരുന്നു. അവർക്ക് വേണ്ടത് ക്ഷമയായിരുന്നുവെങ്കിൽ അത് പറഞ്ഞ് ക്ഷമ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോയി താമസിക്കേണ്ടതായിരുന്നു. മാധ്യമങ്ങളുടെ സമയം വെറുതെ മെനക്കെടുത്തരുതായിരുന്നു. ഏതായാലും ബിന്ദു മേനോന് നല്ല കുടുംബജീവിതം ഉണ്ടാകട്ടെ. ഇനിയെങ്കിലും, ഇത്രയും കാലം പെണ്ണുപിടിച്ച് 65 വയസ്സായ ഒരു മനുഷ്യൻ, അയാൾ ഇനിയെങ്കിലും സ്വസ്ഥമായി ബിന്ദു മേനോന്റെ ഭർത്താവായി നാട്ടിൽ മറ്റു സ്ത്രീകളെയൊക്കെ വീട്ടിൽ കൊണ്ടുവരാതെയും നാട്ടിൽ കൊണ്ടുവരാതെയും ഒക്കെ ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും ഞങ്ങളൊക്കെ ഈ വാർത്തയിൽ നിന്ന്, അതായത് അതിലുണ്ടായിട്ടുള്ള നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നമല്ല ഞങ്ങളുടെ പ്രശ്നം. ഒരു സ്ത്രീ, ആ സ്ത്രീ ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ അവിടേക്ക് എത്തിയ പോലീസ് മന്ത്രിയുടെ സമ്മർദ്ദം കാരണം, അല്ലെങ്കിൽ മന്ത്രി തിരിച്ചയച്ചാൽ പോകേണ്ടവരാണോ? ആ സ്ത്രീക്ക് എന്ത് നീതിയാണ് കേരളത്തിലെ പൊതുസമൂഹം നൽകുന്നത്? പിണറായി വിജയന്റെ വായ്ത്താളത്തിന് എന്ത് വിലയാണുള്ളത്? കേരളത്തിലെ സ്ത്രീകളെല്ലാം സുരക്ഷിതരാണെന്നും സ്ത്രീകൾക്ക് വേണ്ടി പൊരുതുന്നവനാണെന്നും കാണിക്കുന്ന പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തെ ആക്രമിക്കാൻ കോപ്പുകൂട്ടുമ്പോൾ കെ ബി ഗണേഷ് കുമാറിനെ തഴുകി തലോടി കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ ഗാർഹിക പീഡനത്തിന് കേസെടുത്താൽ തന്റെ മരുമകനും ഗാർഹിക പീഡന പരാതിയിൽപ്പെട്ട ഒരാളാണ് എന്ന് പിണറായി വിജയൻ അറിയാമായിരിക്കും. ഏതായാലും വീണ വിജയനും അങ്ങനെ പെട്ടെന്നൊന്നും ഗണേഷിനെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം എല്ലാം മന്ത്രിമാരാണല്ലോ. അപ്പോൾ തന്റെ ഭർത്താവായ മന്ത്രിയും ഇത്തരം പരിപാടി തന്നെയാണല്ലോ. ഒന്നുമില്ലെങ്കിൽ സ്ത്രീ വിഷയം അറിയില്ല, പക്ഷെ എങ്കിലും തന്റെ ഭർത്താവ് മന്ത്രിയും ഗാർഹിക പീഡനമായിരുന്നല്ലോ തൊഴിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ വീണയ്ക്ക് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. ഏതായാലും ഇമേജ് സംരക്ഷിക്കാനും തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കാനും പിണറായി വിജയനും വീണ വിജയനും അങ്ങ് ഇറങ്ങിയതോടുകൂടി ബിന്ദുവിന്
കണ്ടം വഴി ഓടേണ്ട സ്ഥിതിയാണുള്ളത്. ഏതായാലും ബിന്ദു ഇനിയൊരു പരാതിയും സമൂഹത്തിന് മുന്നിൽ പറയാൻ വരരുത്. വന്നാൽ ജനങ്ങൾ അംഗീകരിക്കില്ല. കാരണം ഇത്രയും വലിയ വിഷയമുണ്ടായിട്ടും ബിന്ദു പരാതിക്ക് പോകാതെ വീണ്ടും എൻ്റെ ഭർത്താവുമായി ഞാൻ കോംപ്രമൈസ് ആവുന്നു, 13 വർഷമായി ഇട്ടിട്ട് പോകാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ ബിന്ദു അത് സഹിച്ച് ജീവിക്കാൻ പ്രാപ്തിയായ ആളാണ്. അങ്ങനെ തന്നെ അങ്ങ് സഹിച്ച് ജീവിക്കുകയും വേണം.